ഹലോ ഡിയേഴ്സ്, പ്രപ്പോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വെറും 2 ക്വസ്റ്റ്യൻസിലൂടെ കൃത്യമായിട്ടല്ലേ മുഴുവൻ കോൺസെപ്റ്റും മനസ്സിലാക്കി നമ്മൾ പഠിക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കാം, എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ വശം എ ആയ സമചതുരത്തിന്റെ ചുറ്റളവ് എത്ര എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വശം എ ആണെങ്കിൽ ചുറ്റളവ് എത്രയാ? ചുറ്റളവ് എന്ന് പറയുന്നത് 4a ആണ്. ശരിയല്ലേ? 4a. സംശയം ഉണ്ടോ കാര്യത്തിൽ? ഒരു സ്ക്വയറിന്റെ സൈഡ് എ ആണെങ്കിൽ ആ സൈഡിനെ 4 കൊണ്ട് ഗുണിച്ചാൽ ചുറ്റളവ് കിട്ടും. അതിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. കാരണം എന്താ? മക്കളെല്ലാവർക്കും അറിയാം, സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സൈഡും ഈക്വൽ ആണ്. ഈ സൈഡ് 2 ആണെങ്കിൽ എല്ലാ സൈഡും 2 ആണ് അല്ലേ? അപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടുക. 4 പ്രാവശ്യം 2 കൂട്ടണം. അതായത് 4 കൊണ്ട് 2നെ ഗുണിക്കുക. 4 2 8 സെന്റിമീറ്റർ ആണ് ചുറ്റളവ്. എല്ലാവർക്കും അറിയാം, സിമ്പിൾ കാര്യം. സോ സൈഡ് എ ആണെങ്കിൽ പെരിമീറ്റർ 4a ആണല്ലോ. അപ്പോ മക്കൾ നോക്കണേ, ഇവിടെ സൈഡ് 2 ആകുമ്പോൾ തന്നിട്ടുണ്ട് പെരിമീറ്റർ 8 ആണ്. ഓക്കെ, സൈഡ് 3 ആകുമ്പോൾ പെരിമീറ്റർ 12 ആണ്. സൈഡ് 4 ആകുമ്പോൾ പെരിമീറ്റർ 16 ആണ്. 5 ആകുമ്പോൾ ഇതൊക്കെ നോക്ക്, എല്ലായിടത്തും നിങ്ങൾക്ക് ഒരു സാധനം കാണാം. ശ്രദ്ധിച്ചേ, 2നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 8 കിട്ടുക. 3നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 12 കിട്ടുക. 4നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 16 കിട്ടുക. ശരിയല്ലേ? 5നെ 20 കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. അതായത് ഇവിടെയൊക്കെ സൈഡും പെരിമീറ്ററും തമ്മിലുള്ള റേഷ്യോ എത്രയാണ് മക്കളെ? സൈഡും പെരിമീറ്ററും, സൈഡ് എന്ന് പറയുന്നത് എ അല്ലേ, പെരിമീറ്റർ എന്ന് പറയുന്നത് 4a. ശരിയല്ലേ? സൈഡ് എന്ന് പറയുന്നത് എ, പെരിമീറ്റർ എന്ന് പറയുന്നത് 4a. സൈഡും പെരിമീറ്ററും തമ്മിലുള്ള റേഷ്യോ മാറുന്നുണ്ടോ? ഇല്ല. എയും 4aയും വെട്ടിക്കഴിഞ്ഞാൽ റേഷ്യോ എന്ന് പറയുന്നത് 1:4 തന്നെയാണ്. റേഷ്യോ 1:4 തന്നെയാണ്. സംശയമുണ്ടോ? അതായത് മക്കളെ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. പെരിമീറ്ററിനെ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചേ. സൈഡ് 2 ആകുമ്പോൾ പെരിമീറ്റർ എത്രയാ? പെരിമീറ്റർ 8. സൈഡ് 3 ആകുമ്പോൾ പെരിമീറ്റർ 12. 4 ആകുമ്പോൾ 16. 5 ആകുമ്പോൾ 20. ഇത് തന്നിട്ടുണ്ട്, ടേബിളായിട്ട് തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ പെരിമീറ്ററും സൈഡും തമ്മിലുള്ള റേഷ്യോ, അതായത് പെരിമീറ്റർ ഡിവൈഡഡ് ബൈ സൈഡ് ഡിവൈഡ് ചെയ്ത് നോക്കാം. 8നെ മക്കളെ നോക്കുക, 8നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നോക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. പെരിമീറ്റർ എന്താ ചെയ്യുന്നത്? പെരിമീറ്ററിനെ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പെരിമീറ്ററിനെ, ചുറ്റളവിനെ വശത്തിന്റെ നീളം കൊണ്ട് ഹരിക്കുകയാണ്. ഹരിച്ചു നോക്കാം. 8നെ 2 കൊണ്ട് ഹരിച്ചാലും 12നെ 3 കൊണ്ട് ഹരിച്ചാലും 16നെ 4 കൊണ്ട് ഹരിക്കുമ്പോഴും 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ സെയിം ആണോ? അല്ലേ? ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ സെയിം ആണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് സെയിം നമ്പർ, ആ സെയിം മാറുന്നില്ല. മാറാത്തതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയാം. എന്താ പറയാ? കോൺസ്റ്റന്റ്. അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ പറയും അവിടെയുള്ളത് ഡയറക്റ്റ് പ്രപ്പോർഷനാണ്. മക്കളെ നോക്കണേ, ഇവിടെ റേഷ്യോ മാറുന്നുണ്ടോ? 2:8 ചെറുതാക്കിയാൽ എന്താ? 1:4 ആണ്. അതേപോലെ 3:12 ചെറുതാക്കി നോക്ക്. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3:12. 2നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1:4 തന്നെയാണ്. അതായത് റേഷ്യോ മാറുന്നില്ല. റേഷ്യോ മാറാതിരിക്കുന്നതാണ് പ്രപ്പോർഷൻ. റേഷ്യോ മാറുന്നില്ലെങ്കിൽ അതാണ് പ്രപ്പോർഷൻ. ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഡയറക്റ്റ് പ്രപ്പോർഷൻ. അതായത് പെരിമീറ്റർ എന്ന് പറയുന്നത് 4a ആണ്. ശരിയല്ലേ? പെരിമീറ്റർ എന്ന് പറയുന്നത് 4a ആണ്. അപ്പോൾ പെരിമീറ്റർ നിങ്ങൾക്ക് പറയാം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സൈഡ് ആണ്. പെരിമീറ്റർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സൈഡ് ആണ്. പെരിമീറ്ററിനെ മക്കൾ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 4 ആണ്. ആ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 4 ഇല്ലേ, ഈ 4 ഇല്ലേ, ആ 4 ആണ് നമ്മളുടെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്താ? 4. ആനുപാതിക സ്ഥിരം. ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ആനുപാതിക സ്ഥിരം. അപ്പോൾ എന്താ ആലോചിച്ചാൽ മതി? ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണോ നോക്കാൻ. ഡയറക്റ്റ് പ്രപ്പോർഷൻ മലയാളത്തിൽ നമ്മൾ പറയും നേരനുപാതമാണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണോ നോക്കാൻ ഡിവൈഡ് ചെയ്യുക. സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റെപ്പിലും സെയിം നമ്പർ. നിങ്ങൾ നോക്ക്, സൈഡ് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് പെരിമീറ്ററും വലുതാവുക. ഒന്ന് വലുതാവുമ്പോൾ മറ്റേതും വലുതാവുക. റേഷ്യോ മാറുന്നില്ല. അതാണ് ഡയറക്റ്റ് പ്രപ്പോർഷൻ. എങ്ങനെയാ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നോക്കേണ്ടത്? ഡിവൈഡ് ചെയ്ത് നോക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതാണ് ഡയറക്റ്റ് പ്രപ്പോർഷൻ.
സിമ്പിൾ. സെറ്റല്ലേ? സെറ്റ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കണേ. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 100 സെൻറ്റിമീറ്റർ. ഏരിയ തന്നിട്ടുണ്ട്. എങ്ങനെയാ ഏരിയ കാണാം? ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ 100 ആണ്, ലെങ്ത് 20 ആണ്. 20 ഇൻറ്റു ബ്രെഡ്ത്ത്. അങ്ങനെയാണ് ബ്രെഡ്ത്ത് എത്രയാ? ബ്രെഡ്ത്ത് എത്രയാ പറ? സിമ്പിൾ. ബ്രെഡ്ത്ത് കാണാൻ 100നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 സെൻറ്റിമീറ്റർ. സിമ്പിളായിട്ട് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എഴുതി 5 സെൻറ്റിമീറ്റർ. ഇനി റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഹാവിങ് ഏരിയ 100. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ ഇൻറ്റു ചെയ്താൽ ഏരിയ കിട്ടും, അതാണ് 100. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ സ്ക്വയർ. ശരിയല്ലടാ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏത് റെക്റ്റാങ്കിൾ വേണേൽ എടുത്തോ, ഏരിയ 100 ആയിട്ടുള്ള ഏത് റെക്റ്റാങ്കിൾ എടുത്താലും മക്കൾ നോക്കണേ. ലെങ്ത് ബ്രെഡ്ത്ത് ഇവർ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ലെങ്ത് ബ്രെഡ്ത്ത് ഏരിയ നമുക്കറിയാം. എല്ലാം നമ്മൾ എടുക്കുന്ന റെക്റ്റാങ്കിളുടെ എല്ലാം ഏരിയ മാറുന്നില്ല, 100 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, എല്ലാത്തിൻ്റെതും 100 ആണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ലെങ്ത്ത് എല്ലാവരും ശ്രദ്ധിക്കണേ. ഇപ്പം ലെങ്ത്ത് 100 എടുത്താൽ ബ്രെഡ്ത്ത് എത്രയായിരിക്കണം? 100/100 എത്രയാ? 1. അപ്പോഴല്ലേ ഏരിയ 100 ഇൻറ്റു 1 ചെയ്താലല്ലേ 100 കിട്ടുക. അപ്പോൾ ലെങ്ത്ത് 100 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയാ? 1. ശരിയല്ലേ? ഇനി ലെങ്ത്ത് 50 ആണെങ്കിലോ? ലെങ്ത്ത് 50 ആണെങ്കിൽ ബ്രെഡ്ത്ത് 2 ആവണം. അപ്പോഴല്ലേ പരപ്പളവ് 100 കിട്ടുക. നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ നോക്കുന്നത് ഏരിയ 100 ആയിട്ടുള്ള റെക്റ്റാങ്കിളുകളാണ്. അപ്പോൾ വേറൊന്നും എടുക്കാം. 25 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടെങ്കിൽ 4 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ത്? ബ്രെഡ്ത്ത്. ശരിയല്ലടാ? സംശയമില്ലല്ലോ. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും നോക്കണേ. ലെങ്ത്ത് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താ? 100 ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. 100 ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്, ഒരു സംശയവും വേണ്ട. സോ 25ഉം 4ഉം വരും. അപ്പോഴും നോക്കുക, ഏരിയ എന്ന് പറയുന്നത് മാറുന്നില്ല, 100 തന്നെയാണ്. ഏരിയ 100 തന്നെയാണ്. സംശയമല്ലേ? യെസ്. അടുത്തത് ഇപ്പം സൈഡ് 20 ആകുമ്പോഴോ 5 അല്ലേ? 20 ഇൻറ്റു 5 ചെയ്താൽ അപ്പോഴാണ് 100 കിട്ടുക. അതായത് ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ബന്ധം എന്താ നോക്ക്. ലെങ്ത്ത് ചെറുതാവുമ്പോൾ ബ്രെഡ്ത്ത് എന്താ ചെയ്യുന്നത്? വലുതാവുക. ഒന്ന് ചെറുതാവാണ്, മറ്റേത് വലുതാവുക. പക്ഷെ പരസ്പരം ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന നമ്പറോ? ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ സെയിം ആണ്. ഇൻറ്റു ചെയ്താൽ കോൺസ്റ്റന്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ലെങ്ത്തും ബ്രെഡ്ത്തും, ശ്രദ്ധിക്കണേ, ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ ഇൻറ്റു ചെയ്താൽ 100 കിട്ടുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത് ആണ്. ആണോ? സംശയമുണ്ടോ? ഈ ബ്രെഡ്ത്ത് ഇങ്ങോട്ട് പോകുമ്പോൾ 100 ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത്. ശരിയല്ലേ? ഇതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻറ്റു ചെയ്താൽ കോൺസ്റ്റന്റ് അല്ലേ കിട്ടുന്നത്? ഇൻറ്റു ചെയ്യുമ്പോൾ 100 കിട്ടുന്നുണ്ട്. എല്ലാ സ്റ്റെപ്പിലും ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത് 100 ആണ്. തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ പറയും വിപരീതാനുപാതം. എന്താനുപാത? വിപരീതാനുപാതം അഥവാ ഇൻവേഴ്സ് പ്രപ്പോർഷൻ. എന്താണ്? ഇൻവേഴ്സ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് മക്കളെ. ഇത്രയേ ആലോചിക്കേണ്ടതുള്ളൂ. ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണോ നോക്കാൻ, പ്രപ്പോർഷൻ ഇൻവേഴ്സ് ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? തുടക്കം ഇന്നല്ലേ, ഇൻറ്റു ചെയ്യണം. എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ജസ്റ്റ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ സെയിം ആണെങ്കിൽ എന്താണ്? ഇൻവേഴ്സ് പ്രപ്പോർഷൻ. ഇവിടെ എന്താണ് ബന്ധം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 100 ആണ്. ശരിയല്ലേ? ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് പ്രപ്പോർഷൻ. ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, സിമ്പിൾ ആണേ, 1/breadth എന്ന് എഴുതുക. ഇതാണ് ചിഹ്നം. ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/breadth എന്നാണ് നമ്മൾ എഴുതുക. കാരണം ഇൻവേഴ്സ് പ്രപ്പോർഷന് സെപ്പറേറ്റ് ചിഹ്നമൊന്നുമില്ല, ഡയറക്റ്റ് പ്രപ്പോർഷൻ്റെ ചിഹ്നമാണിത്. സോ ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/breadth എന്ന് എഴുതി വെക്കും ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണെങ്കിൽ. സംശയമില്ലല്ലോ. ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഇവിടെ നോക്ക്, ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ലെങ്ത് കുറയുമ്പോൾ ലെങ്ത് കുറയുന്നു. ഇപ്പോൾ 100 ഉള്ളത് പകുതിയായി 50. അപ്പോൾ ഒന്നോ ഇരട്ടിയാവുക ചെയ്യുന്നത്, ഒന്ന് പകുതിയാകുമ്പോൾ മറ്റേത് ഇരട്ടിയാവുക ചെയ്യുന്നത്. ശരിയല്ലേ?
അതായത് ഒന്നിന്റെ വിപരീതമാണ് മറ്റടുത്ത് നടക്കുന്നത്, അതാണ് വിപരീത അനുപാതം. ഓക്കെ ആണോ? സോ ഇൻറ്റു ചെയ്താൽ കോൺസ്റ്റന്റ് കിട്ടും. ഒറ്റൊരു കാര്യം കൂടെ ഞാൻ കൃത്യമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ്. ഇപ്പോൾ മക്കൾ നോക്കണേ, പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു സൈഡ് ആണ്, ശരിയല്ലേ? 4 ഇൻറ്റു സൈഡ്. അപ്പോൾ പെരിമീറ്ററിനെ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 കിട്ടും. ആ 4 ആണ് അവിടെ കോൺസ്റ്റന്റ്. 4 ആണ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ആനുപാതിക സ്ഥിരം എന്ന് പറയുന്നത്, ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റന്റ്. അതേപോലെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കോൺസ്റ്റന്റ് കിട്ടുക, അല്ലേ? 100 ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത് ആയിരുന്നു നമ്മൾ രണ്ടാമത് ചെയ്ത ക്വസ്റ്റ്യനിൽ. നോക്ക്, ഇവരെ തമ്മിൽ ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോൺസ്റ്റന്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇതാണെന്നറിയോ? ഒറ്റൊരു സ്റ്റെപ്പാണ്, ശ്രദ്ധിച്ചാൽ സിമ്പിൾ ട്രിക്ക്. ലെങ്ത് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു, ഇവിടെ ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത് അല്ലേ, അതിനെ 1 ബൈ ബ്രെഡ്ത്ത് ഇൻറ്റു 1 ബൈ ബ്രെഡ്ത്ത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്ത് വെക്കാം? പെരിമീറ്റർ സൈഡിന് പ്രപ്പോർഷണൽ ആണ്, ഡയറക്റ്റ് പ്രപ്പോർഷണലാണ്. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്രപ്പോർഷൻ, ഇൻറ്റു ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് പ്രപ്പോർഷൻ. എങ്ങനെ ഇതാ? ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1 ബൈ ബ്രെഡ്ത്ത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ സ്ഥിരം എന്താണ്? പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ചോദിച്ചാൽ ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 100 ആണ്. കോൺസ്റ്റന്റ് 100 ആണ്. ഇൻറ്റു ചെയ്താൽ കിട്ടുന്നതാണ് കോൺസ്റ്റന്റ്, ഇൻവേഴ്സ് പ്രപ്പോർഷനിൽ. സെറ്റ് ആണല്ലോ? ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. സോ കൃത്യമായിട്ട് 7:30 ലൈവിൽ വരിക, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. സോ ബാക്കി ലൈവിൽ കാണാം. ബൈ.